SCERT മാത്രം പഠിച്ചാൽ PSC പാസ്സാകുമോ? ഈ ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിൽ 2 തരത്തിലുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ കാണുക. ചിലർ പറയും SCERT മാത്രം പഠിച്ചാൽ മതി, മറ്റു ചിലർ പറയും SCERT കൊണ്ട് ഒന്നും നടക്കില്ല. ഇതിൽ സത്യം ഏതാണെന്ന് നോക്കിയാലോ? നിങ്ങൾ 2026 പ്രിലിംസ് ലക്ഷ്യമിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഇന്ന് ഞാൻ പറയുന്നത് വെറും അഭിപ്രായമല്ല, PSC പരീക്ഷയുടെ ചോദ്യരീതിയും പഠനരീതിയും അടിസ്ഥാനമാക്കിയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണൂ. അവസാനം SCERT എങ്ങനെ പഠിച്ചാൽ ശരിക്കും മാർക്ക് നേടാം എന്നുള്ളതും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് SCERT ഇത്രയും പ്രധാനമാകുന്നത്? ആദ്യം അത് നോക്കാം. കേരള PSC നടത്തുന്ന മിക്ക പ്രിലിമിനറി പരീക്ഷകൾക്കും അടിസ്ഥാന ചോദ്യങ്ങൾ വരുന്നത് SCERT പുസ്തകങ്ങളിൽ നിന്നുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, എൻവയോൺമെൻറ്റ് ഇതുപോലെയുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനം SCERTൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് പല റാങ്ക് ഹോൾഡേഴ്സും പറയുന്നത് ആദ്യം SCERT ശക്തമാക്കാൻ. SCERT പഠിക്കാതെ നേരെ കറണ്ട് അഫയേഴ്സിലേക്കോ അല്ലെങ്കിൽ റെഫറൻസ് ബുക്കിലേക്കോ പോകുന്നത് അടിത്തറയില്ലാത്ത വീട് പണിയുന്നത് പോലെയാണല്ലോ. ഇവിടെ എല്ലാവരും ചെയ്യുന്നത് തെറ്റ്. SCERT വായിച്ചാൽ മാത്രം മതി എന്ന് കരുതുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. SCERT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്ന രീതിയും ഒക്കെ മനസ്സിലാവും എന്നാണ് പലരുടെയും ചിന്താഗതി. SCERT മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ. SCERT മാത്രം പഠിച്ച എല്ലാ PSC പ്രിലിമിനറി പരീക്ഷകളും വിജയിക്കുമെന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നത്തെ PSC ചോദ്യങ്ങൾ SCERTൽ മാത്രം ഒതുങ്ങുന്നതല്ല. കറണ്ട് അഫയേഴ്സിൽ നിന്നുണ്ട്, കേരളവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളിൽ നിന്നുണ്ട്, ദേശീയ അന്തർദേശീയ സംഭവങ്ങളിൽ നിന്നുണ്ട്. PYQs ഒക്കെ അറിയണം, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി നോക്കണം. അപ്പോൾ മാത്രമേ പരീക്ഷയിൽ സമയം നിയന്ത്രിക്കാനും തെറ്റുകൾ കുറയ്ക്കാനും കഴിയൂ. SCERT ടെക്സ്റ്റ് ബുക്കുകൾ അറിവുകൾ നൽകും, പക്ഷെ പരീക്ഷയിൽ ജയിക്കാൻ അറിവിനൊപ്പം പരിശീലനവും വേണം. ശരിയായ വഴി എന്താണെന്ന് നോക്കിയാലോ? പ്രിലിംസ് 2026 ലക്ഷ്യമിടുന്നവർക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതാണ്. ആദ്യം SCERT വായിക്കുക, അതിനുശേഷം അതേ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിനൊപ്പം ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ആഴ്ചയിൽ കുറഞ്ഞത് ഒരു മോക്ക് ടെക്സ്റ്റ് എങ്കിലും എഴുതണം. തെറ്റിയ ചോദ്യങ്ങളൊക്കെ വീണ്ടും റിവൈസ് ചെയ്തു നോക്കണം. ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താൽ നിങ്ങളുടെ തയ്യാറെടുപ്പ് കൂടുതൽ ശക്തമാകും. അപ്പോൾ ഇന്നത്തെ ചോദ്യമായ SCERT മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. SCERT മാത്രം പഠിച്ചാൽ PSC പാസ്സാകുമോ? എൻ്റെ മറുപടി SCERT അടിത്തറയാണ്, പക്ഷെ വിജയത്തിന് അതുമാത്രം പോരാ. SCERT, PYQ, കറണ്ട് അഫയേഴ്സ്, മോക്ക് ടെക്സ്റ്റ്, റിവിഷൻ ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ പ്രിലിംസ് 2026 മികച്ച മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. PSC പഠിക്കുന്ന പലർക്കും വരുന്ന നെക്സ്റ്റ് സംശയമാണ് SCERT, നോട്ട്സ്, റാങ്ക് ഫയൽ ഇവ മൂന്നും ഒരുമിച്ച് പഠിക്കണോ എന്നത്. ഉത്തരം യെസ്, ഒരുമിച്ച് പഠിക്കുക തന്നെ വേണം. പക്ഷേ ശരിയായ രീതിയിൽ പഠിക്കണം. ഒരു ടോപ്പിക് എടുത്താൽ ആദ്യം SCERT വായിക്കുക, എന്തുകൊണ്ടാണത് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ അടിസ്ഥാന കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം അതേ ടോപ്പിക്കിൻ്റെ ക്ലാസ് നോട്ട്സ് വായിച്ചു നോക്കുക. കാരണം PSC പരീക്ഷയ്ക്ക് ആവശ്യമായ അധിക വിവരങ്ങളും പ്രധാന പോയിന്റുകളും നോട്ട്സിലുണ്ടായിരിക്കും. നോട്ട്സ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ChatGPTനോട് ചോദിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് ഉണ്ടാവില്ല അതിൽ നോക്കി പഠിക്കുക. അതിനുശേഷം റാങ്ക് ഫയൽ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രധാന ഫാക്ട്സ്, ഡേറ്റ്സ്, പ്ലേറ്റ്സ്, പേഴ്സണാലിറ്റീസ്, ആർട്ടിക്കിൾസ് തുടങ്ങിയ ഒബ്ജക്റ്റീവ് വിവരങ്ങൾ വേഗത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. അവസാനം ആ ടോപ്പിക്കിലെ PYQ ചെയ്യുക. ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് നന്നായി അറിയുന്നത്, എന്താണ് വീണ്ടും പഠിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഒരു വലിയ തെറ്റ് ചെയ്യരുത്. രാവിലെ SCERT ഒരു ടോപ്പിക്ക്, ഉച്ചയ്ക്ക് നോട്ട്സിൽ വേറൊരു ടോപ്പിക്ക്, രാത്രി റാങ്ക് ഫയലിൽ മറ്റൊരു ടോപ്പിക്ക്, ഇങ്ങനെ പഠിക്കരുത്. പകരം ഓരോ ടോപ്പിക്കും SCERTയിലും നോട്ട്സിലും റാങ്ക് ഫയലും തുടർച്ചയായി പഠിക്കണം. അപ്പോൾ കോൺസെപ്റ്റും ഫാക്റ്റും ഒരുമിച്ച് മനസ്സിൽ ഉറപ്പിക്കാം. ഓർമ്മിക്കുക, PSCയിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നവരല്ല മുന്നിലെത്തുന്നത്, വായിക്കുന്ന കാര്യങ്ങൾ ശരിയായി റിവൈസ് ചെയ്യുന്നവരാണ് റാങ്ക് നേടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒത്തിരി വീഡിയോസും അതുപോലെ തന്നെ ഒത്തിരി ക്ലാസ്സസും ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എല്ലാ ദിവസവും വീഡിയോസും കമ്മ്യൂണിറ്റി പോസ്റ്റും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ.